ചർച്ചയോടെയുന്നു ശങ്കുട്ടിദാസ്. യുവതികളുടെ പട്ടിക സംബന്ധിച്ച് അവ്യക്തതയും ആശയക്കുഴപ്പവും തുടരുകയാണ്. പക്ഷേ സർക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. സർക്കാരിനേറ്റ ഒരു തിരിച്ചടി തന്നെയല്ലേ ഇത്? സർക്കാരിനേറ്റ തിരിച്ചടിയൊന്നുമല്ല. സർക്കാർ അങ്ങനെ ഒരു അബദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ലാഘവത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് മൂലമോ സംഭവിച്ചൊരു കാര്യമൊന്നും അല്ലല്ലോ ഇത്. സർക്കാർ ബോധപൂർവം കരുതി കൂട്ടി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ മനഃപൂർവ്വം ഒരു കള്ളപ്പട്ടിക ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ സർക്കാർ ഉദ്ദേശിക്കാത്ത രീതിയിൽ ആ പട്ടികയിൽ എന്തെങ്കിലും തെറ്റ് കടന്നുകൂടിയെങ്കിൽ മാത്രമേ അതൊരു തിരിച്ചടിയായെന്നോ അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ല എന്നോ അതിൽ ഉത്തരവാദിത്തക്കുറവ് പറ്റിയെന്നോ ലാഘവ ബുദ്ധിയായി ചെയ്തതാണെന്നൊക്കെയുള്ള വിമർശനത്തിന് പോലും പഴുതുള്ളൂ. ഇവിടെ സർക്കാർ ചെയ്ത കള്ളത്തരം കൈയോടെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. കൈയോടെ പിടിക്കപ്പെടുന്നത് തിരിച്ചടിയല്ല. തിരിച്ചടി എന്ന് പറയുന്നത് ഉദ്ദേശിക്കാത്തൊരു തരത്തിലുള്ള പ്രശ്നം അതിൽ വരുമ്പോഴാണ് അത് തിരിച്ചടിയാവുന്നത്. ഇവിടെ എന്താ അവിടുത്തെ സാഹചര്യം? എന്തിനായിരുന്നു ഇന്നലെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചത്? കനകദുർഗയുടെയും ഈ ബിന്ദുവുടെയും അവരുടെ എന്താ പറയുക, ഇവർക്ക് ഭീഷണിയുണ്ട്. ശബരിമലയിൽ ദർശനം നടത്തിയതിനു ശേഷം ഇവരെ ആരൊക്കെയോ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സുരക്ഷ വേണം എന്ന ഒരു ആവശ്യത്തിന്റെ മറവിൽ ശുദ്ധിക്രിയ നടത്തിയിട്ടുള്ള തന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള നിരീക്ഷണ സമിതിയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കാനും വേണ്ടി ഈ രണ്ട് ഉദ്ദേശങ്ങളെ പ്രധാന ലക്ഷ്യങ്ങളാക്കി വെച്ചുകൊണ്ട് അതിന് സുരക്ഷയുടെ ആവശ്യം ഒരു കവറാക്കി ഉന്നയിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ടൊരു ഹർജിയാണ് ഇവിടെ. ആ ഹർജിയിൽ സർക്കാരിനോട് ഏതെങ്കിലും സമയത്ത് എത്ര യുവതികൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ടെന്നോ, എത്ര ആളാണ്, അവരുടെ പ്രായം എന്താണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, അവരുടെ ആധാർ കാർഡ് നമ്പർ എന്താണെന്നോ ബോധിപ്പിക്കാൻ കോടതി പറഞ്ഞിരുന്നില്ല. പറഞ്ഞ ന്യായമുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഇത്തരത്തിലൊരു ലിസ്റ്റ് സമർപ്പിക്കണമെന്ന് കോടതി പറഞ്ഞു. ബന്ധപ്പെട്ട് തിരക്കിട്ടിട്ട് കിട്ടിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ സ്വാഭാവികമായിട്ട് ചില ക്ലറിക്കൽ എററുകൾ കടന്നുകൂടി എന്ന് പറഞ്ഞ ന്യായം. അങ്ങനെയല്ലല്ലോ. ഇത് സുപ്രീം കോടതി ആവശ്യപ്പെടാത്തൊരു കാര്യം. അതിനുവേണ്ടി പോലുമല്ല പോസ്റ്റിംഗ്. ഇവിടെ കനകദുർഗയുടെയും ബിന്ദുഅമ്മയുടെയും ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇവർക്ക് സുരക്ഷയുടെ പ്രശ്നം വന്നപ്പോൾ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള വിജയ് ഹൻസാരിക സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഞങ്ങൾ ഇവർക്ക് സുരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, റൗണ്ട് ദ ക്ലോക്ക് സുരക്ഷ കൊടുക്കുന്നുണ്ട്, 24 മണിക്കൂർ ഈ രണ്ടാൾക്ക് ഞങ്ങൾ സുരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. കോടതി പറഞ്ഞു വളരെ നല്ല കാര്യം, ഇനി അതങ്ങോട്ട് തുടർന്നോളൂ, ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പോട്ടെ, അത്രയേ ഉള്ളൂ. ആ പെറ്റീഷൻ അവിടെ ഡിസ്മിസ് ചെയ്തു. ആ ഡിസ്മിസ് ചെയ്തു എന്നാണ് പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തു. ആ പെറ്റീഷന്റെ അതിന്റെ മുകളിൽ ഓർഡർ എഴുതിയിട്ട് ആ പെറ്റീഷൻ തീർപ്പാക്കി. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? 22-ാം തീയതിയിലെ റിവ്യൂ ഹർജിയുടെ കൂടെ ടാഗ് ചെയ്തുകൊണ്ട് ഈ പെറ്റീഷനും കൂടി കേൾക്കണം. ആ പെറ്റീഷനിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ: തന്ത്രിയുടെ അധികാരം, ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് അധികാരമില്ല, ശുദ്ധിക്രിയ നടത്തിയത് തന്ത്രിയുടെ അമിതാധികാര പ്രയോഗമാണ്, അത് ഇവരെ അപമാനിക്കുന്നതാണ്, അത് വിവേചനപരമാണ്, അത് സുപ്രീം കോടതി വിധിയുടെ വയലേഷനാണ് എന്ന ഒരു സംഗതിയും. 2, ഹൈക്കോടതി, അതിൽ സർക്കാർ അഭിഭാഷകൻ കോടതി പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഹൈക്കോടതി ഒരു റിട്ടയർഡ് ന്യായാധിപന്റെയും 2 പോലീസുകാരുടെയും നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഉത്തരവുകൾ തരുന്നു, അവരെ കൊണ്ട് വലിയ പ്രയാസമാണ് എന്ന് സർക്കാർ അഭിഭാഷകൻ പറയാണ്. ഇത് രണ്ടുമാണ് ഇവരുടെ ഉദ്ദേശം. ഈ ഉദ്ദേശത്തിന് കവറിംഗ് ആയിട്ടാണ് സുരക്ഷ കൊടുക്കാൻ കോടതി പറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം, സുരക്ഷ കിട്ടണമെങ്കിൽ സുപ്രീം കോടതി പോകേണ്ട ആവശ്യമില്ല. സുരക്ഷ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇവിടെ സർക്കാർ ഓൾറെഡി സുരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മാത്രമല്ല, CPM-ഉം 24 hours സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശംഖു, കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉത്തരവ് ഒന്നും ഇല്ലാത്ത സമയത്ത് വിജയ് ഹൻസാരിക പറയാണ്, ധാരാളമായിട്ട് അവിടെ യുവതികൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, 51 ആളുകൾ കയറിയിരിക്കണമെന്ന് പറഞ്ഞൊരു പട്ടിക വരുത്തി കാട്ടുകയാണ്. കോടതി പറഞ്ഞാൽ എന്താ, എത്ര ആൾ കയറിയെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നില്ല, ഈ പട്ടിക ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല, അതൊക്കെ അവിടെ നടക്കുന്ന സംഗതികൾ എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അത് റിവ്യൂ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കേട്ടോളാം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥ ഉദ്ദേശം നടക്കാത്തതുകൊണ്ട് കനകദുർഗയുടെയും ബിന്ദുഅമ്മയുടെയും അഭിഭാഷകയായിട്ടുള്ള ഇന്ദിരാ ജയ്സിംഗ് അവസാനം കോടതിയിൽ നിന്ന് ക്ഷോഭിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെയാണ് കോടതി ചെയ്യുന്നതെങ്കിൽ എനിക്ക് രണ്ടാമത് വീണ്ടും ഹർജി ബോധിപ്പിക്കേണ്ടി വരും, അത് കൂടുതൽ ഹർജികൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നെ അങ്ങനെ അവർ പറയുമ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ എണീറ്റ് പോവാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചത് കനകദുർഗയുടെയും ബിന്ദുഅമ്മയുടെയും ഹർജിയിൽ എന്തോ ഭയങ്കര ഉത്തരവ് സുപ്രീം കോടതിയുടെ അടുത്ത് കിട്ടിയെന്ന. അവർക്ക് ഇപ്പൊ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സുരക്ഷ അതുപോലെ തുടർന്നുകൊണ്ട് കൊടുക്കാൻ മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അവർ ഹർജിയിൽ ഉന്നയിച്ച പ്രധാന വാദങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഹർജിയുടെ മെറിറ്റിന്റെ ഭാഗം പോലും അല്ലാത്തൊരു കാര്യം, ഇത് കോടതിയിൽ ഇങ്ങനെ ഒരു വിവരം ധരിപ്പിക്കുക. റിവ്യൂ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പേ ആയിട്ട് ഇവിടെ വിധി നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിരന്തരമായി നിരാക്ഷേപമായി സ്ഥിരമായി സ്ത്രീകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. 51 സ്ത്രീകൾ. ഈ 51 എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാൻസി നമ്പറാണ്. ഇവർക്ക് എന്തോ അതിനോടൊരു വീക്ക്നെസ് ഉണ്ട്.
വേറെയും ചില കാര്യങ്ങളിൽ ഈ 51 എന്നുള്ള സംഖ്യ ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു സംഖ്യ, ഒരു റാൻഡം നമ്പർ, ഒരു ഫാൻസി നമ്പർ സെലക്ട് ചെയ്തിട്ട് പോയി പറയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരുകൾ തെറ്റാണ്. അതിൽ പുരുഷന്മാരെ സ്ത്രീകളായി കാണിച്ചിട്ടുണ്ട്. അതിൽ 60ഉം 70ഉം വയസ്സ് പ്രായമുള്ള ആളുകളെ 50 വയസ്സിൽ താഴെയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരാള് എന്നാണല്ലോ പറയുന്നത്. എങ്ങനെയാ അത് ക്ലറിക്കൽ എറർ ആവുക? ഇതിന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ആർട്ടിക്കിൾ 21 സുപ്രീം കോടതി വിധി, ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള ഒരു വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരാക്രമം മുഴുവൻ കാട്ടിക്കൂട്ടുന്നതെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21ന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കുള്ള സ്വകാര്യതയുടെ അവകാശം, റൈറ്റ് ടു പ്രൈവസി, ആ റൈറ്റ് ടു പ്രൈവസിയെ ബ്ലാറ്റന്റായി വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ ആളുകളുടെ മുഴുവൻ സ്വകാര്യ വിവരങ്ങൾ യാതൊരു ആവശ്യമില്ലാണ്ട് സർക്കാർ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുത്തുവിടുകയാണ്. അതിൽ കലാവതി എന്ന പേരിലുള്ള ഒരു സ്ത്രീയുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്തപ്പോൾ എടുക്കുന്നത് ശങ്കർ എന്ന പേരിലൊരു ടാക്സി ഡ്രൈവറാണ്. ആ ശങ്കർ പറയുന്നത്, ഈ നിരന്തരമായിട്ട് ഫോൺ കോളുകൾ വന്നുകൊണ്ട് എനിക്കിപ്പോൾ ടാക്സി ഓടിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതമാകെ പ്രതിസന്ധിയിലായിരിക്കുക എന്നാണ്. എത്രയോ ആളുകൾ നിരന്തരമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്വകാര്യതയുടെ അവകാശത്തെ വെറുതെ ഒരു ദുരഭിമാന പ്രശ്നമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഞാൻ പറയാം, ഇത് എന്താ പറയുക, തെറ്റായിട്ടോ അബദ്ധമായിട്ടോ തിരിച്ചടിയായിട്ടോ ഒന്നും സംഭവിച്ചല്ല. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ വാറാണ്. ഇവിടെ വിശ്വാസി സമൂഹവുമായിട്ട് ഒരു മാനസിക യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഇതിന്റെ ആദ്യഘട്ടത്തിൽ എന്തായിരുന്നു? സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. വിധി നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു വിശ്വാസികളുടെ, ആചാര സംരക്ഷകരുടെ നിലപാട്. ഇത് രണ്ട് തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. നേരിട്ടിട്ട് വിധി നടപ്പാക്കാൻ വേണ്ടി പോലീസിന്റെയും പട്ടാളത്തിന്റെയും സർവ്വ സജ്ജീകരണങ്ങളുടെയും സന്നാഹത്തോടു കൂടി ആളുകളെ കൊണ്ടുവരുന്നു. അത് തടയാൻ വേണ്ടി മറ്റാളുകൾ നിൽക്കുന്നു. ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. ആ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിൽ അത് വിജയിക്കാൻ കഴിയില്ല. അത് മനസ്സിലായപ്പോൾ ഇവർ അടവ് മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് വിധി നടപ്പാക്കി വിജയിക്കണം എന്നില്ല. ഇവർക്ക് വിജയിച്ചു എന്നൊരു തോന്നലുണ്ടാക്കിയാൽ മതി. മറ്റവരെ തോൽപ്പിക്കണമെന്നില്ല. അവർ തോറ്റു എന്നവരെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതി. അത്തരത്തിൽ അവരുടെ മേൽ മാനസികമായൊരു ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാരീച യുദ്ധങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ തോറ്റിരിക്കുന്നു, ആചാരം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ 3.5 കോടി ജനങ്ങൾ 3.5 മാസമായിട്ട് എല്ലാ ദിവസവും അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരൊക്കെ കയറി, ആരൊക്കെ മടങ്ങിപ്പോയി, ഓരോ ദിവസം എത്ര ആൾക്കാർ വന്നു നമുക്കറിയാം. നമ്മൾ ഇത്രയും ദിവസം നോക്കിയിരുന്നിട്ട് അവിടെ വന്ന് കയറി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കനകയ്ക്കും ബിന്ദുവമ്മണിക്കുമാണ്. അതിനുശേഷം പിന്നെ മുടിയിൽ ചായയൊക്കെ തേച്ചുകൊണ്ട് വന്നിട്ടുള്ള മറ്റേ മഞ്ജു ജോസഫ് എന്ന് പറയുന്ന സ്ത്രീക്കുമാണ്. അതിനിടയിൽ ഒരു ശ്രീലങ്കക്കാരി കയറി എന്നൊരു അവകാശവാദം സർക്കാർ ഉന്നയിച്ചെങ്കിലും അവരും അവരുടെ ഭർത്താവും തന്നെ അത് നിഷേധിച്ചു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവരും ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ രണ്ടുപേരെ കൂടി കണ്ണൂരിൽ നിന്നുള്ള 2 CPM യുവതികളെ കൂടി കയറ്റാനുള്ള ശ്രമം നടക്കുകയാണ് ശംഭു. അതും സുപ്രീം കോടതിയിൽ കൊടുക്കുന്നതാവുമ്പോൾ ആളുകൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സുപ്രീം കോടതിയിലൊന്നും പോയിട്ട് ആളുകൾ നുണ പറയില്ലല്ലോ എന്ന്. ഈ വ്യവസ്ഥയോടുള്ള ആളുകളുടെ വിശ്വാസത്തെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ മേലെ മാനസികാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ യുവതികൾ കയറണം എന്നൊന്നുമില്ല. യുവതികൾ കയറി എന്ന് വരുത്തിയാൽ മതി. എന്താ വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട്, ഒരു പരാജയബോധമുണ്ട്. ഇത്രയും വലിയ പ്രതിരോധം സൃഷ്ടിച്ചിട്ടും, ഇത്രയും കാലം ശബരിമലയ്ക്ക് നമ്മൾ കാവൽ കിടന്നിട്ടും, ഇത്രയും വലിയൊരു സമരത്തിൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഇവർ വിചാരിച്ചിരുന്നത് എന്താ? സമരം തുടങ്ങുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് 2 ദിവസം പ്രതിഷേധിക്കും, അത് കഴിഞ്ഞ് അവർ വീട്ടിൽ പോയിക്കോളുന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ഇവരിത് വിചാരിച്ചിരുന്നത്. ആ വിശ്വാസത്തിലാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ത് വില കൊടുത്തും കോടതി വിധി നടപ്പാക്കിയിരിക്കുന്നൊക്കെ പ്രഖ്യാപിച്ചത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവർ പ്രതീക്ഷിച്ചതല്ല ഇവിടെ സംഭവിച്ചത്. ഇവർ ശബരിമലയെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അത് മലയാളി വിശ്വാസി ഹിന്ദുവിന് എത്ര വലിയൊരു വൈകാരിക ശക്തിയാണ്, അവനവന്റെ നെഞ്ചിനോട് എത്രമേൽ ചേർത്ത് വെക്കുന്നൊരു വൈകാരിക സാന്നിധ്യമാണെന്നുള്ള സത്യം ഇവർ തിരിച്ചറിയാൻ മറന്നുപോയി. അത് ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള അമ്മമാരും പെങ്ങന്മാരും കുട്ടികളും അടക്കം തെരുവിലേക്ക് ഇറങ്ങി 3.5 മാസക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ആ സമരത്തിൽ അവർ മുന്നോട്ട് പോയപ്പോഴാണ് ഇത് ഇത്ര വലിയൊരു ശക്തിയാണെന്നുള്ള സംഗതി ഇവർക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പൊ എന്താണെന്നറിയോ, ഇവിടെ ശരിക്കും എങ്ങനെയാ സർക്കാർ വിജയിക്കുക? സർക്കാർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിധി നടപ്പാക്കി വിജയിക്കണം. വിധി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ മറവിൽ ആൺവേഷം കെട്ടിച്ച് ചോദിക്കുന്നവർ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് നുണ പറഞ്ഞ് ആളുകളെ ഒളിച്ചു കടത്തിയിട്ടല്ല, അല്ലെങ്കിൽ മുടിയിൽ വെള്ളച്ചായം പുരട്ടിയിട്ട് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധയാണെന്ന് തോന്നിപ്പിച്ചിട്ടല്ല. ഇത് രണ്ടും
ഒന്നും ചെയ്യാൻ സുപ്രീം കോടതി വിധി ആവശ്യമില്ല. സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പും ഈ കാര്യങ്ങൾ ചെയ്യായിരുന്നു. കൺകെട്ടും മറ്റേ ആൾമാറാട്ടവും നടത്താൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയൊന്നും ആവശ്യമില്ല. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കണമെങ്കിൽ ഒരു അവകാശം എന്നുള്ള രീതിയിൽ യുവതിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആരെയും ഒളിക്കാതെ പകൽ വെളിച്ചത്തിൽ പരസ്യമായ ഒരു അവകാശമായിട്ട് അവരവിടെ കയറിയിട്ടുണ്ടാവണം. അങ്ങനെ യുവതികളെ പ്രവേശിപ്പിച്ച് വിധി നടപ്പാക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം സർക്കാരിനും എങ്ങനെയെങ്കിലും അവിടുത്തെ ആചാരം ലംഘിച്ചുകൊണ്ട് ആ ശബരിമല ക്ഷേത്രത്തിന്റെ പദ്ധതി തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവർ നേരിട്ടുള്ള യുദ്ധം നിർത്തിയിട്ട് ഇപ്പൊ മാനസിക യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അവർക്ക് വിജയിക്കണമെന്നില്ല, വിജയിച്ചു എന്ന് തോന്നിപ്പിച്ചാൽ മതി, നമ്മളെ തോൽപ്പിക്കണമെന്നില്ല, തോറ്റു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കടക്കാത്ത ആളുകൾ കടന്നുവെന്നും ഇല്ലാത്ത എണ്ണത്തിലെ ആളുകളെ പെരുപ്പിച്ചുകൊണ്ടുമൊക്കെ നമ്മുടെ സമരം തോറ്റുപോയിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയ പ്രക്ഷോഭം തോറ്റുപോയിരിക്കുന്നു, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും ഞങ്ങൾ നിസ്സാരമായിട്ട് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു, അവിടെ യുവതികൾ കയറുന്നത് ഒരു സ്വാഭാവികതയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ആളുകളെ മാനസികമായി ദുർബലരാക്കുകയും അതുവഴി പ്രതിരോധത്തിന്റെ കോട്ട തകർക്കുകയും നാളെ വളരെ എളുപ്പത്തിൽ അനായാസമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ ഒന്നുമില്ലാതെ സുഗമമായി യുവതികളെ പ്രവേശിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കോടതി നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതിലേക്കാണ് അവരിത് ചെയ്യുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതിപ്പോ സുപ്രീം കോടതി പരിശോധിക്കാതിരിക്കുകയും ഇത് ചില മാധ്യമ പ്രവർത്തകർ വഴി ഇത് പുറമേക്ക് വരികയും ചില ആളുകൾ അതിന്റെ സത്യാവസ്ഥ തെരഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെ ഉണ്ടായത്. ഇത് വളരെ എന്താ പറയാ നിസ്സാരമായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു രേഖയായി പോയിരുന്നെങ്കിൽ സുപ്രീം കോടതി റിവ്യൂ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വിധി നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹർജി ഇൻഫ്രക്ചസ് ആണ്. എന്താണ് റിവ്യൂ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? അവിടെ യുവതീ പ്രവേശനം ഒരു കാരണവശാലും ഉന്നയിക്കാൻ പാടില്ല, അത് അവിടുത്തെ ചൈതന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പത്തിന് വിരുദ്ധമാണ്, അവിടെ യുവതീ പ്രവേശനം നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് അപരിഹാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണല്ലോ റിവ്യൂലെ വാദം. അവിടെ യുവതീ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരമായി നടക്കുന്നുണ്ട്, 51 നാൾ ഇതിനകം കയറി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റിവ്യൂവിന്റെ സാധ്യത തന്നെ ഇല്ലേണ്ടേ. കാരണം നടപ്പായി കഴിഞ്ഞ വിധി പിന്നെ എങ്ങനെയാ പുനഃപരിശോധിക്കുക? അപ്പൊ അത് ഇൻഫ്രക്ചസ് ആയി. അങ്ങനെ ഇൻഫ്രക്ചസ് ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇതിനെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ അത് ഇവിടുത്തെ നിയമ സംവിധാനത്തെ പരിഹസിക്കുന്നതിന് തുല്യവും. ഇത് പെർജുറിയാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 193, 195, 196, 199 എന്നീ വകുപ്പുകൾ പ്രകാരം കോടതിയിൽ ഓൺ ഓത്ത് നുണ പറയുക, സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്ന് കോടതിയിൽ സത്യം ധരിപ്പിച്ചുകൊണ്ട് സത്യവാങ്മൂലം ബോധിപ്പിച്ചുകൊണ്ട് കോടതിയിൽ നുണ പറയുക, കോടതിക്ക് ശരിയായ തെളിവുകൾ കൊടുക്കുമെന്ന് കോടതിയെ ഉത്തമ ബോധ്യം നൽകിയതിനു ശേഷം കോടതിയിൽ തെറ്റായ തെളിവുകൾ സമർപ്പിക്കുക, അത്തരത്തിൽ കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയും മിസ്ഗൈഡ് ചെയ്യുകയും തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്താൻ കോടതിയെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പാണ്. ചർച്ച തുടരുന്നു. ശങ്കുട്ടി ദാസ്, ഇന്നലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ താങ്കൾ സാഗൂതം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിന്ദുവിനും കനകദുർഗയ്ക്കും പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ട കോടതി അവർ ഹർജിയിൽ ഉന്നയിച്ച മറ്റാവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ തീർപ്പാക്കുകയായിരുന്നു. മാത്രമല്ല പുനഃപരിശോധനാ ഹർജികളോടൊപ്പം ഇവരുടെ ഹർജിയും ടാഗ് ചെയ്യണമെന്ന അഡ്വക്കേറ്റ് ഇന്ദിരാ ജയസിംഗിന്റെ അപേക്ഷയും കോടതി തള്ളിയിരുന്നു. ശബരിമലയിൽ നടക്കുന്നത് എന്താണെന്ന് കോടതിക്കറിയാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അർത്ഥഗർഭമായി പറഞ്ഞത്. ഈ പറച്ചിലിനെ ശങ്കു എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, നഗ്നമായ ലംഘനമാണ് ഇത്രയും ദിവസം. ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളെയും സർക്കാർ സംരക്ഷണം കൊടുത്ത് പോലീസുകാരുടെ എന്താ പറയുക മുന്നൊരുക്കത്തിലും പിന്നൊരുക്കത്തിലും ശബരിമലയിൽ എങ്ങനെയെങ്കിലും കൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തൊഴിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊള്ളണം എന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ, അയ്യപ്പ ഭക്തകളായിട്ടുള്ള സ്ത്രീകൾ, അയ്യപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു തടസ്സം നിലനിൽക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസിയായിട്ടുള്ള ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ പോലും ഇന്ന് വരെ ശബരിമലയിൽ പ്രവേശിച്ചിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ 52% ഹിന്ദുക്കളാണ്, 3.5 കോടിയുടെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പകുതിയോളം സ്ത്രീകളാണ്. ചുരുങ്ങിയതൊരു 100 പേരെങ്കിലും വിശ്വാസികളുടെ
പ്രതിനിധികളായിട്ടുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് മാത്രം കെട്ടുനിറച്ച് തീർത്ഥാടകരായിട്ട് ശബരിമലയിലേക്ക് വരുന്ന ഒരു 100 പേരെ പോലും ഇത്രയും ദിവസം ബന്ധപ്പെട്ട് ശ്രമിച്ചിട്ട്, സാധാരണ സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ല സ്ത്രീകളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് തൊഴിക്കാന്ന്, പക്ഷെ ഇവിടെ സർക്കാർ അതിനുവേണ്ടി ആദ്യ ദിവസം തൊട്ട് ശ്രമം നടത്തിയിരുന്നു. എന്തോ വളരെ ബുദ്ധിമുട്ടി നേടിയെടുത്തൊരു വിധിയാണെന്നതുപോലെ കോടതി വിധി വന്ന അന്ന് തന്നെ ശബരിമലയിൽ സന്നിധാനത്ത് ആദ്യം വനിതാ പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചു. അതിന് അടുത്ത ദിവസങ്ങളിൽ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അവിടെ കൂടുതൽ സജ്ജീകരണം ഉണ്ടാക്കാനും 100 ഏക്കർ വനഭൂമി വെട്ടിനിരപ്പാക്കാനുള്ള നടപടികളായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയി. ഏത് നിലയ്ക്കും വിധി നടപ്പാക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സർക്കാർ മുന്നോട്ട് വന്നു. കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ശബരിമലയിൽ പോകാൻ ആളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സാഹചര്യമായിരുന്നു പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വന്ന 2 സ്ത്രീകൾ പറയാലോ സർക്കാർ കൊണ്ടുവന്നതാണല്ലോ. ഈ കനകദുർഗയും ബിന്ദുവും ആദ്യം ശബരിമലയിൽ കയറാൻ ശ്രമിക്കുകയും അവിടുത്തെ വിശ്വാസികളുടെ പ്രതിഷേധം കാരണം അത് സാധിക്കാണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തതിനു ശേഷം 2 ആഴ്ചയോളം ഇവർ വിരാജ്പേട്ടിലാണ്, കുടകിലുള്ള വിരാജ്പേട്ടിലുള്ള ഒരു ലോഡ്ജിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആ ലോഡ്ജിൽ ഇവരുടെ കൂടെ ഒരു പോലീസുകാരൻ താമസിച്ചിരുന്നു തൊട്ടടുത്ത മുറിയിൽ. അവിടുത്തെ ആ ലോഡ്ജുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അവരിത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പോലീസാണ് ഇവരെ ആരും കാണാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഈ 2 ആഴ്ചയും പോലീസിന്റെ സംരക്ഷണയിലായിരുന്നു. പോലീസ് അവിടെ ഇരുന്ന് പദ്ധതി ആസൂത്രണം ചെയ്ത് ഇവരെ കൊണ്ടുവന്ന് രാത്രി 3 മണിക്ക് ആൺവേഷം കെട്ടിച്ച് ചോദിച്ചവരോട് ട്രാൻസ്ജെൻഡർ ആണെന്ന് നുണ പറഞ്ഞിട്ട് ശബരിമലയുടെ ഉള്ളിൽ 4 മിനിറ്റ് കയറ്റി. 3:52 ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് 3:56 തിരിച്ചിറക്കി. ശരിക്കും തൊഴുതിട്ട് പോലും ഇല്ല. ഇതിന്റെ വീഡിയോ എടുക്കുന്നത് പോലീസാണ്. ഇതിന്റെ ഇടയിൽ ഈ സ്ത്രീ ഇയാളോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഞങ്ങൾ തൊഴുതൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ആവശ്യത്തിനുള്ളത് കിട്ടിയത്. അപ്പോൾ ഈ സർക്കാരിന്റെ ഒരു ദുരഭിമാന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഒരു യുവതിയെ അവിടെ പ്രവേശിപ്പിച്ചിട്ട് ഞങ്ങൾ വിധി നടപ്പിലാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സുപ്രീം കോടതി വിധിയുടെ എസൻസിനോട് 1% പോലും ഇവിടെ നീതി പുലർത്തിയിട്ടില്ല. ഇതെന്തോ ഞങ്ങളുടെ എന്തോ ഒരു ആവശ്യമാണ്. ശബരിമല ക്ഷേത്രത്തിൽ എങ്ങനെയെങ്കിലും യുവതികളെ പ്രവേശിപ്പിച്ചിട്ട് അവിടുത്തെ ആചാരം തകർത്തിട്ട് ശബരിമല ക്ഷേത്രത്തെ മറ്റെല്ലാ ക്ഷേത്രവും പോലെ ഒരു സാധാരണ ക്ഷേത്രമാക്കി മാറ്റുക, അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇല്ലാതെയാക്കുക. മാത്രമല്ല വർഷത്തിൽ 365 ദിവസവും അവിടെ ആളുകൾ പ്രവേശിക്കുന്നത് പോലെ സ്ഥിരമായ ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി ശബരിമലയെ മാറ്റുക, അവിടെ നിന്നുള്ള വരുമാനം കൂട്ടിയെടുക്കുക. മാത്രമല്ല തീർത്ഥാടകരുടെ ധാരാളിത്തം ഉണ്ടാവുന്നതിനോടനുബന്ധിച്ച് അവിടെ ശബരിമലയിൽ ലാഭകരമായിട്ട് ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു വിമാനത്താവളം കൂടി പ്രവർത്തിപ്പിക്കുക എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ യുവതി പ്രവേശനം മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലാതെ നേരത്തെ സതീദേവി പറയുന്നുണ്ടായിരുന്നു ഒരു 3 മാസത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ട് ഈ വിധിനെ പറ്റി മനസ്സിലാക്കി വരിക എന്ന് തോന്നുന്നു. കാരണം 2-3 മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളൊക്കെയാണ് അവരിപ്പോഴും പറയുന്നത്. അതിന്നൊക്കെ എത്ര ചർച്ച മുന്നോട്ട് പോയി. എനിക്ക് തന്നെ ഓർമ്മയുണ്ട് ജനം ടി വിയിൽ 3 മാസം മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള ചർച്ചയിൽ നമ്മൾ തന്നെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. മെൻസ്ട്രുവേഷന്റെ ഭാഗമായിട്ടാണോ ആർത്തവാശുദ്ധിയുടെ ഭാഗമായിട്ടാണോ സ്ത്രീകളെ മാറ്റിയിരുത്തുന്നത്? അതൊക്കെ കോടതിയിൽ തകർന്നിട്ടുള്ള വാദങ്ങളാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാതിരിക്കുന്ന ആർത്തവുമായി ബന്ധപ്പെട്ട അശുദ്ധിയുടെ പേരിലല്ല. എതിർകക്ഷികളായിട്ടുള്ള ആരെങ്കിലും കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ അഫിഡവിറ്റിൽ അവരുടെ യുവതീ പ്രവേശന വിലക്കിനുള്ള കാരണം ആർത്തവാശുദ്ധിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടുത്തെ പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവം കൊണ്ട്, അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകമായ സങ്കല്പം കൊണ്ട്, അവിടുത്തെ യോഗിയായിട്ടുള്ള ചിന്മുദ്ര ധരിച്ചിട്ടുള്ള വൈരാഗിയായിട്ടുള്ള യോഗപട്ടാബന്ധിതനായിട്ടുള്ള യോഗീശ്വരനായിട്ടുള്ള അയ്യപ്പന്റെ ബ്രഹ്മചര്യ സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ യുവതീ പ്രവേശനത്തിന് വിലക്കുണ്ടായിട്ടുള്ളത്. അത് യുവതികൾക്ക് എന്തെങ്കിലും പോരായ്മയുള്ളത് കൊണ്ടല്ല. ആർട്ടിക്കിൾ 15 പറയുന്ന ഡിസ്ക്രിമിനേഷന്റെ പരിധിയിലല്ല അത് വരുന്നത്. സുപ്രീം കോടതിയുടെ വിധിന്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ സംശയം ഉണ്ടാവില്ല. സുപ്രീം കോടതിയുടെ വിധിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അവിടെ യുവതീ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 25(1) കീഴിലുള്ള റൈറ്റ് ടു വർഷിപ്പ്, അതായത് റൈറ്റ് ടു പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രീച്ച് റിലീജിയൻ. ഒരാൾക്ക് ഏത് മതവിശ്വാസത്തിലും നിലനിൽക്കാനും അതിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(1) കൊടുക്കുന്നുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചത്. രണ്ടാമത്തെ കാര്യം, കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 3 ജാതി വർണ്ണ വർഗ ലിംഗഭേദമന്യേ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കീഴിലുള്ള റൂൾ 3 ചില നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. റൂൾ 3(b) ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ വിലക്കുകളുള്ള സമയങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കരുതെന്ന് പറയുന്നത്. ഈ റൂൾ 3(b) എന്ന് പറയുന്നത് സെക്ഷൻ 3ക്ക് അൾട്രാവിറസ് ആണ്. സെക്ഷൻ 3 കൊടുത്തിട്ടുള്ള പ്രൊവിഷനെ മറികടക്കുന്നതാണ് റൂൾ 3(b) കൊടുത്തിട്ടുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർട്ടിക്കിൾ 25(1) വയലേറ്റീവ് ആണെന്നും റൂൾ 3(b) സെക്ഷൻ 3ക്ക് വയലേറ്റീവ് ആണെന്നും കണ്ടുകൊണ്ടാണ് അവിടെ യുവതീ പ്രവേശനം അനുവദിച്ചത്. അല്ലാണ്ട് ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിക്ക് വിരുദ്ധാന്ന് കണ്ടിട്ടല്ല, ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷന് വിരുദ്ധാന്ന് കണ്ടിട്ടല്ല, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി കണ്ടിട്ടല്ല. അതൊന്നും ഈ കേസിന്റെ മെറിറ്റ് അല്ല.
ഒരു കോടതിയുടെ വിധി എടുക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ ഡെസിഡൻറ്റി വേറെയാണ്, ഒബിറ്റർ ഡിക്റ്റ വേറെയാണ്. എന്താണോ പ്രീസിഡൻ്റായി മാറുക, എന്താണ് ആ വിധിയിലെ തത്വം, എന്താണ് ഇനിയുള്ള കേസുകൾക്ക് ബാധകമാവുക, അതാണ് റേഷ്യോ ഡെസിഡൻറ്റി. ഇതിൻ്റെ റേഷ്യോയിൽ എവിടെയും ഇത് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പ്രാക്ടീസാണ്. ആർട്ടിക്കിൾ 15 വയലേറ്റീവ് ആണെന്ന് പറയുന്നില്ല, ആവുകയുമില്ല. എന്താണ് ഇതിൻ്റെ കാരണം? മുന്നേ നമ്മൾ പലവട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിസ്ക്രിമിനേഷൻ, എന്താണ് വിവേചനം? നിങ്ങൾക്കൊരു പോരായ്മയുണ്ടെന്ന് കരുതി ഞാൻ നിങ്ങളെ മാറ്റി നിർത്തുമ്പോഴാണത് വിവേചനം. സ്ത്രീകൾക്കൊരു പോരായ്മയുണ്ട്, സ്ത്രീകൾക്കൊരു മോശത്തരമുണ്ട്, സ്ത്രീകൾക്കൊരു കുറവുണ്ട്, അതുകൊണ്ട് അവരിവിടെ വരാൻ യോഗ്യരല്ലെന്ന് കരുതി അവരെ മാറ്റി നിർത്തുമ്പോഴാണ് അത് വിവേചനമാവുന്നത്. എനിക്കൊരു പ്രാധാന്യമുണ്ട്, എനിക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്കൊരു വിശേഷമുണ്ടെന്ന് കരുതി ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് വിവേചനമല്ല, അതെൻ്റെ വ്യതിരിക്തതയാണ്. അവിടെ ബ്രഹ്മചര്യം എന്ന് പറയുന്ന താൻ ഏറ്റെടുത്തിട്ടൊരു വ്രതത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് അത് നിഷ്കർഷിക്കുന്ന ചില വ്യവസ്ഥകൾ അനുസരിക്കുക എന്നുള്ള നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഇടപെടാതെ സ്വയം മാറി ഇത്തരം ആളുകളുടെ സമ്പർക്കം ഒഴിവാക്കി വളരെ ദൂരത്തിൽ പോയി, കാട്ടിൽ പോയി, ഒരു മലയുടെ മുകളിൽ തപസ്സിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആളുകൾ കൂടുന്നൊരു സ്ഥലത്ത് പുത്രികണ്ഠ മൈതാനത്തോ സ്വരാജ് റൗണ്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊന്നും പോയിട്ട് ഇരുന്നിട്ട് അവിടെ നിന്നും സ്ത്രീകളെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇത്തരം ആളുകളുടെ സമ്പർക്കം ഉണ്ടാവാൻ തീരെ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് പോയി തപസ്സിരുന്ന് സ്വയം മാറി നിൽക്കുകയാണ്. എപ്പോഴാണ് പറയുന്നത് ഇത് വിവേചനമാണ്? ഇത് വിവേചനമല്ല. എവരി റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ. ഇത് അവിടുത്തെ പ്രതിഷ്ഠയുടെ വ്യതിരിക്തതയാണ്, അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേക ഭാവമാണ്. മാത്രമല്ല ആർത്തവുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. ഈ കാര്യങ്ങളൊക്കെ കോടതിയുടെ വിധിയിൽ തന്നെ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ഇവിടെ ആരാണെന്നറിയോ സ്ത്രീകൾക്കെതിരെ ആക്രമണത്തിനും പരിധി കൂട്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുന്നത്? നേരത്തെ സതീദേവി അങ്ങനെ ആരോപിക്കുന്നുണ്ടോ? മനഃപൂർവ്വം സ്ത്രീകളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം കൊടുക്കുകയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? അത് ചെയ്തത് ആരാന്നറിയോ? ഇന്നലെ സുപ്രീം കോടതിയിൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത, ശബരിമല ക്ഷേത്രത്തിൽ പോയിട്ട് പോലും ഇല്ലാത്ത ആളുകളുടെ പേരുകളും അതുപോലെ തന്നെ പുരുഷന്മാരുടെ പേര് സ്ത്രീകളുടേതാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ 50-ന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ പേരുകൾ 50-ൽ താഴെയാക്കി കൊടുക്കുകയും ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ ആചാരലംഘകരാണെന്ന് പറഞ്ഞ് പബ്ലിക് ഡൊമൈനിൽ പേര് കൊണ്ടുവന്നില്ലേ? ഈ സർക്കാരാണ് ഇവിടെ ആളുകൾക്കെതിരെ ആക്രമണത്തിനുള്ള ആഹ്വാനം നടത്തിയിരിക്കുന്നത്. എത്രയോ പേരുടെ സുരക്ഷിതത്വത്തെയാണ് സർക്കാർ വെറും ദുരഭിമാനത്തിന് വേണ്ടി ഇവിടെ ഒരു റിസ്കിലാക്കിയിരിക്കുന്നത്. അവിടെ ആ ചോദ്യം ശരിക്കും ഉന്നയിക്കേണ്ടത്, ഈ ആളുകളുടെ സ്വകാര്യതയെ ലംഘിച്ചുകൊണ്ട് അവർ ചെയ്യാത്തൊരു കാര്യം അവരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അവരെ ആചാരലംഘകരാക്കി കോടതിയിൽ പോയി കള്ള ലിസ്റ്റ് കൊടുത്തതിലൂടെ ഈ സർക്കാർ എന്ത് നേടി? അതുകൊണ്ട് ഈ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിന് സർക്കാർ ഇവർക്കൊക്കെ സുരക്ഷ സർക്കാർ കൊടുക്കുമോ? എന്താണ് ഇതിനുള്ള പരിഹാരം? അതാണ് സതീദേവി ചോദിക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ ആക്ഷേപിക്കുകയോ അവരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ യാതൊരു പോയിന്റും പ്രൂവ് ചെയ്യുന്നില്ല. നിങ്ങൾ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഓടി ഒളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് ഈ ചർച്ചയെ പറയാനുള്ളത് ശങ്കുട്ടിദാസ്. അല്ല, ഞാൻ വിചാരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നതാണ്. ഇടതുപക്ഷ സർക്കാർ ഈ ഇത്തരത്തിൽ മറക്കടമുഷ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് ശബരിമലയിലെ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടിലേക്ക് മാറും എന്നുള്ള ശുഭപ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ ഭയക്കുന്നത് ഒരുപക്ഷെ റിവ്യൂ ഹർജിയിൽ ഒരുപക്ഷെ കോടതി അതിൻ്റെ മുൻവിധി തിരുത്തിക്കൊണ്ട് യുവതീ പ്രവേശനം ആവശ്യമില്ല എന്നുള്ള വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടിലേക്ക് പോയാൽ, ഒരുപക്ഷെ വിധിയിൽ മാറ്റം വരുത്തിയാൽ, അപ്പോൾ പഴയ വിധിയിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി ഒരുപക്ഷെ ഓർഡിനൻസ് ഇറക്കാൻ പിണറായി വിജയൻ്റെ സർക്കാർ ചിലപ്പോൾ തയ്യാറായേക്കും. അത്തരത്തിലൊരു വാശിയോടുകൂടി ഏത് നിലയ്ക്കും ഇവിടെ ശബരിമലയുടെ ആചാരം തകർത്തുകൊണ്ടേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ റിവ്യൂവിൽ ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ചിലപ്പോൾ നിയമനിർമ്മാണം നടത്തിയേക്കാൻ സാധ്യതയുണ്ട് പിണറായി വിജയൻ്റെ സർക്കാർ. അപ്പോൾ അത്രയും അപകടകരമായിട്ടുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എനിക്ക് പ്രതീക്ഷ ഈ റിവ്യൂ ഹർജിയിൽ തീർച്ചയായിട്ടും, ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടെന്ന്. കോടതിയുടെ വിധിയുടെ മെറിറ്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് എന്താ പറയുക, ആർട്ടിക്കിൾ 19 കീഴിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അല്ല ശബരിമലയിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 25(1) കീഴിലുള്ള വിശ്വാസ സ്വാതന്ത്ര്യമാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള അധികാരമാണ്. അല്ലാണ്ട് ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്ന പോലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും ഇഷ്ടമുള്ള സ്ഥലം പോയി എന്താ പറയുക കാണാനുള്ള അധികാരമല്ല കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള വിധിയുടെ മെറിറ്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ചില ആളുകൾ ഒരു ക്ഷേത്രത്തിന്റെ പരിപാവനതയും അതിന്റെ പരിശുദ്ധിയെയും തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുകയാണെന്നും ഇവിടെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ ആരും അത്തരത്തിലൊരു പരിഷ്കാരം ആഗ്രഹിക്കുന്നില്ല എന്നും കോടതിക്ക് ബോധ്യപ്പെടും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ലതാദേവി ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, സുപ്രീം കോടതി വിധി തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ റിവ്യൂ ഹർജി ബോധിപ്പിച്ചിട്ടുള്ളത്. ആ റിവ്യൂ ഹർജിയിൽ ഏതെങ്കിലും ഒരെണ്ണം, 49 റിവ്യൂ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധി തെറ്റാണെന്നാണ് പറയുന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവുമായിരുന്നില്ല. തെറ്റുകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് റിവ്യൂ ഹർജികൾ ബോധിപ്പിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ വിധി തിരുത്തപ്പെടണമെന്നാണ് റിവ്യൂ ഹർജിയുടെ ആവശ്യം. അത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.